ഗൈസ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഗ്രനേറോൻ്റെ ഒരു മൈക്ക് J13 എന്നുള്ള ഒരു മൈക്ക്. ഒരുപാട് വ്ളോഗേഴ്സ് ഈ മൈക്ക് ഇപ്പോൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും നമ്മളെ കൈ കിട്ടിയപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യണം തോന്നി. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സീൽഡൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പൊളിച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ഇതിലുണ്ട്. ഇത് ഡബിൾ മൈക്കാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് യൂട്യൂബേഴ്സ് വ്ളോഗിങ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ മൈക്ക് ഞാൻ സജഷൻ ചെയ്യുകയാണ്. ഗ്രനേഡയുടെ മൈക്ക്. ഒരുപാട് മൈക്ക് നമ്മൾ പിന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. അതിനൊക്കെ ക്വാളിറ്റിനെക്കാട്ടും ബെസ്റ്റ് ക്വാളിറ്റിയാണ് ഗ്രനേഡയുടെ മൈക്ക്. വയർലെസ് മൈക്രോഫോണാണ്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാനുള്ളത്, ഇല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പാക്കിങ്ങിൽ വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ പാക്കറ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അൺബോക്സ് ചെയ്യുന്ന നേരം നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ മുകളിൽ ഇത് നമുക്ക് അതിൻ്റെ കവർ നോക്കിക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു വാറണ്ടി കാർഡ് ഉണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ കോൺടാക്റ്റ് ചെയ്യാനുള്ള രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് 30 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു കാർഡുണ്ട്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യേണ്ടത് എന്നുള്ള അതിൻ്റെ ഒരു വാറണ്ടി കാർഡും അവരുടെ ഒരു വാട്സപ്പ് നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാറണ്ടി നിങ്ങൾക്ക് പോളിസി രജിസ്റ്റർ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ കാറ്റലോഗ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാറ്റലോഗ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതും എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ഇതിൻ്റെ ബാക്ക് വശവും പിന്നെ ഫ്രണ്ടിലും പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ മൊത്തം കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. എന്തായാലും പലർക്കും അറിയുന്നതായിരിക്കും മൈക്ക് എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളത്. ഇതിൽ പിന്നെ ഗ്രനേഡയുടെ മൈക്കിൻ്റെ ഒരു കവറിങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് മൈക്ക് വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു റിസീവറും 2 മൈക്കാണ്. ഇത് ഡബിൾ മൈക്കാണ്. സിംഗിൾ മൈക്കുള്ളതും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ഒരു ചാർജിങ് വയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ചാർജിങ് വയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ളതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിലൊരു വയറും അതേപോലെ ജസ്റ്റ് നമ്മൾ ഐഫോണിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ടറും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം. ഈ വയറും ഇവിടെ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഫോണിലേക്ക് കണക്ട് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. അപ്പോൾ നമ്മളെ മൈക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോവാണ്. മൈക്ക് നമ്മൾ ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇത് മുമ്പ് ഓപ്പൺ ചെയ്താണ് ഒരാവശ്യത്തിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ്. ഒരു റിസീവറും 2 മൈക്കുമാണ് ഇതിലുള്ളത്. അപ്പോൾ 2 മൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്ക് വരുന്ന ഗ്രനേറോൻ്റെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. 2 വരുന്ന ഡബിൾ വരുന്നതും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ പിന്നെ ഡബിൾ നമ്മൾ എന്തെങ്കിലും ഒരാവശ്യങ്ങൾക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇല്ല വേറൊരാൾക്ക് സംസാരിക്കണേ നമ്മൾ ആ മൈക്കും കൊണ്ട് അയാളെ അടുത്ത് പോകണ്ടാമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും കൂടി എക്സ്ട്രാ വാങ്ങിച്ചത്. ഇതിൻ്റെ സീൽഡാണ് ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ അടിയിൽ സീൽഡ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ബാറ്ററി ചാർജ് തീർന്നു പോകുന്നതിന് സീൽഡായിരിക്കും ഓൾറെഡി ഫ്രഷ് പീസ് കിട്ടുന്നുണ്ടാകുക. ജസ്റ്റ് നമ്മൾ പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു റിസീവറാണുള്ളത്. റിസീവർ നമ്മളുടെ ഫോണിലേക്ക് കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇതേപോലെ കണക്റ്റ് ചെയ്യുക. ടൈപ്പ് സി ആണ്. അതിനുശേഷം നമ്മളുടെ ഫോണ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിലേക്ക് പോയിട്ട് നിങ്ങൾ ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ OTG കണക്ഷൻ എന്ന് സെലക്ട് ചെയ്തിട്ട് OTG കണക്ഷൻ ഇവിടെ ഓഫിലായിരിക്കും. ഓൺ ചെയ്തിട്ട് കൊടുക്കുക. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബ്ലിങ്കാന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ റെഡ് ബ്ലിങ്കാവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മൈക്ക് അതിന് ശേഷം നിങ്ങൾ വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മൈക്ക് ഓപ്പൺ ചെയ്യുക. മൈക്ക് ഒന്നാ എടുത്തിട്ടുള്ളൂ. ഇവിടെ ടൈപ്പ് സി ചാർജ് ചെയ്യേണ്ട 2 മൈക്കിനും ടൈപ്പ് സി ചാർജ് ചെയ്യാനുള്ള ഒരു പ്ലോട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളിവിടെ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെഡ് വന്നതിന് ശേഷം ഗ്രീനിലേക്ക് നിങ്ങൾക്ക് വരുന്നത് കാണാം. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് സംസാരിക്കുന്നതൊക്കെ ഇതിലേക്ക് റെക്കോർഡിംഗ് ആയിട്ട് കണ്ടോ. നമുക്ക് ഒരു ഫോൺ എടുത്തിട്ട് നമുക്ക് വേറൊരു ഫോൺ ഈ ഫോണിൽ നമുക്കൊരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് കുറച്ച് ലോങ്ങിൽ നിന്ന് നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ക്ലാരിറ്റി എന്നുള്ളത്. നമുക്കിവിടെ മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. മൈക്ക് ടെസ്റ്റ് ചെയ്യുന്നത് അവൻ്റെ കയ്യിലൊരു മൈക്കുണ്ട്.
എന്നാ ഒരു മൈക്ക് ഇവിടെ നിന്ന് എടുത്തിട്ടില്ല. അപ്പോൾ ആ മൈക്കിൽ എത്രത്തോളം ക്ലിയർ ആണെന്നുള്ളത് ആടെ നിന്ന് വെച്ചത് പറഞ്ഞാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ചുകൂടി ദൂരോട്ട് പോയാണ് വെച്ചത് പറഞ്ഞ ഓക്കെയാണ്. അവിടെ നിന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് കേൾക്കുകയാണ്. ഓക്കെ, ഒന്നും കൂടിയോ? ആ ഓക്കെ, നമുക്ക് നോക്കാം ഇത്രയും ക്ലാരിറ്റി ഉള്ളത്. ഹലോ ഗൈസ്, കേൾക്കുന്നുണ്ടോ? ഞാൻ കുറച്ചുകൂടി ഇതായിട്ടേക്ക് പോവാം. കേൾക്കുന്നുണ്ടോ? അപ്പോൾ നമ്മളുടെ മൈക്കിൻ്റെ ക്വാളിറ്റി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടാവും. മൈക്കിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് വയറ് നമുക്ക് USB പോർട്ട് USB കേബിളാണ്. നമുക്ക് പിന്നെ ഇതിൽ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മളുടെ റിസീവറിലേക്കും നമുക്ക് ഇവിടുന്ന് കണക്ട് ചെയ്യാം ടൈപ്പ് C. അതുപോലെ തന്നെ നമുക്കിതൊന്ന് മൈക്കിലേക്ക് എക്സ്ട്രാ പെട്ടെന്ന് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചാർജ് ചെയ്യാനും പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ മൈക്കിൻ്റെ മൊത്തം കവറിങ്ങിൽ ഇതിൽ അഡാപ്റ്ററിലേക്ക് കൊടുത്തിട്ട് ചാർജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിന് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു മൈക്ക് നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഓഫർ പ്രൈസിന് കിട്ടുന്നുണ്ട്. തോന്നുന്നു 30% ഡിസ്കൗണ്ട് പ്രൈസിനൊക്കെ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ബ്ലോഗിങ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. ജസ്റ്റ് ഒരു മൈക്ക് ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് റോ വ്ലോഗ്.